നിന്ന് താഴേക്ക് നിശ്ചിത അകലത്തിൽ നേർരേഖയിൽ 3 ദോരം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നു. ഇനി നിങ്ങൾ തന്നെ പറയുക, ആ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ ദൂരം വ്യത്യാസമുണ്ടോ ഇല്ലേ എന്ന് പറയുക. വ്യത്യാസം ഉണ്ടാവും. എന്തുകൊണ്ടാണെന്ന് നമുക്ക് അവസാനം പറയാം. അപ്പൊ നമുക്ക് കാണാം പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ അളവ് ദൂര വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ദൂരത്തിൽ പോകുന്നത് ഏത് ദൂരത്തിൽ നിന്നുള്ളതാണ്? ഏറ്റവും താഴത്തതാണ്. ഇത് അടുപ്പിച്ചടുപ്പിച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടി മുകളിലോട്ട് ഇടാമായിരുന്നെങ്കിൽ അതനുസരിച്ച് നല്ല രീതിയിൽ വ്യത്യാസം മനസ്സിലാവുമായിരുന്നു. ഇതിന്റെ തത്വം എന്ന് പറയുന്നത് മർദ്ദം കൂടുന്നതിനനുസരിച്ച് ആഴം കൂടുന്നു. അതുകൊണ്ട് തന്നെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കൂടുന്നു. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്ന വെള്ളത്തിന്റെ ദൂരവും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ഒരു ലഘു പരീക്ഷണമാണ്. നമുക്ക് എല്ലാവർക്കും ക്ലാസ്സിൽ കാണിക്കാവുന്നതാണ്. മറ്റൊരു പരീക്ഷണം കൂടി നോക്കുക. ഇത് കുട്ടികൾക്ക് ശാസ്ത്ര പഠനത്തോട് ഒരു കൗതുകം തോന്നുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു മാജിക് കൂടിയാണ്. ഇത് നമുക്ക് ക്ലാസ്സിൽ കാണിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലാകുമ്പോൾ ഒരു കഥയോടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടെ ആദ്യം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇത് ആ രീതിയിൽ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇതൊരു മാന്ത്രിക കുപ്പിയാണ്. ഈ കുപ്പിയിൽ ഈ ബലൂൺ വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒരു ബലൂണ് അതിന്റെ മുകളിൽ വയ്ക്കുകയാണ്. എടുത്തു ഒരു ബലൂണ് അതിന്റെ മുകളിൽ നമ്മൾ താഴ്ത്തി വയ്ക്കുക. ഈ ബലൂണിനെ നമ്മൾ മന്ത്രം ചൊല്ലി വേർപ്പിക്കുക. അപ്പൊ നമ്മൾ എന്തെങ്കിലും മന്ത്രം പറയുക. അപ്പൊ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ബലൂണിനെ പതുക്കെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ആക്കി കൊടുക്കുമ്പോൾ കൈവച്ച് തന്നെ മറിച്ച് നമുക്ക് ചെയ്യാം. ഇത് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇത് കുറച്ചുകൂടി ഇതിന്റെ അകത്തുള്ളത് കുറച്ചുകൂടി അളവ് കൂട്ടിക്കഴിഞ്ഞാൽ ബലൂൺ നല്ല രീതിയിൽ വീർത്ത് വരും. വേറൊന്നുമില്ല ഞാൻ ചെയ്യുന്നത്, ആദ്യം നമ്മൾ കുറച്ച് വിനാഗിരി, നമ്മുടെ എല്ലാവരും വീട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ്, വിനാഗിരിയിൽ കൂടി കുറച്ച് വെള്ളം ചേർത്തു അളവ് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഈ ബലൂണിൻ്റെ അകത്ത് കുറച്ച് അപ്പക്കാരം, അതായത് സോഡാപ്പൊടി ഇതിൻ്റെ അകത്ത് വയ്ക്കുക. അപ്പൊ അത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നതിനേക്കാളും വളരെ മനോഹരമായിട്ട് എന്തെങ്കിലും കഥയിൽ കൂടിയോ രസകരമായിട്ട് തന്നെ ഇത് അവതരിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ആദ്യം അത് കാണുന്നില്ല. അപ്പൊ നമ്മൾ മന്ത്രം ചൊല്ലി ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിന്റെ അകത്തുള്ള അപ്പക്കാരം നേരെ ഇതിലേക്ക് വീഴുന്നു. അപ്പൊ നമുക്ക് കൈയൊക്കെ കുത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നീല കുപ്പിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പച്ച കുപ്പിയാകുമ്പോൾ പെട്ടെന്ന് അത് വീഴുന്നത് കാണാൻ പറ്റത്തില്ല അല്ലേ? ഇപ്പൊ വെള്ളക്കുപ്പിയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളപ്പൊടിയായിട്ട് കാണാൻ പറ്റി. അപ്പൊ ഇതിന്റെ തത്വം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇത് ആസിഡാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. ഇത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. അപ്പോൾ കാർബണേറ്റ് ആസിഡ് തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടാണ് ഈ ബലൂണ് വീർത്ത് വരുന്നത്. ഇത്രയേ ഉള്ളൂ.